ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര.
ദൈവത്തിന് സ്തോത്രം. ദൈവവചനം കേൾക്കുവാനും ധ്യാനിക്കുവാനും ദൈവം തരുന്ന നല്ല അവസരങ്ങൾക്കായി നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ സ്തുതിക്കാം. പത്രോസ് എഴുതിയ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാൾ ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. പരിശുദ്ധനായ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് ഒരു വലിയ കാര്യമാണ്. യേശുക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം, അതാണ് ഗൗരവമായ വിഷയം. 3.5 കൊല്ലം യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്നിട്ട് അവൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ച അപ്പോസ്തലൻ പറയുന്ന ഒരേ ഒരു കാര്യം, ഈ ക്രിസ്തുവിൻ്റെ വചനം കേട്ട് ഇറങ്ങിത്തിരിച്ച ജനത്തോട് പറയുന്നത്, നിങ്ങൾക്കൊരു ലക്ഷ്യമേ വരാൻ പാടുള്ളൂ. ഈ ഭൂമിയിൽ നിങ്ങൾ കുറച്ചു കാലം ജീവിക്കാനുള്ള ഭാഗ്യം ദൈവം നിങ്ങൾക്ക് തന്നു. അതെന്തിനു വേണ്ടിയാണ്? അനേകർക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു അബദ്ധം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഭൂമിയിലെ ജീവിതം സെക്യൂറാക്കാൻ, സുരക്ഷിതമാക്കാനായിട്ട് നോക്കുന്നു. എന്തിനാണ് എന്നെ ഭൂമിയിലേക്ക് അയച്ചത്? ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ഞാൻ ഈ ഭൂമിയിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? എന്തിനു വേണ്ടിയാണ് ജീവിക്കേണ്ടതെന്നുള്ള കാര്യം അധികം പേരും മറന്നുപോകുന്നു. അതിന് കാരണം എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ പരിസരത്തിലേക്ക് നോക്കുന്നു, മറ്റുള്ളവരിലേക്ക് നോക്കുന്നു. മറ്റുള്ളവരെങ്ങനെ ജീവിക്കുന്നു അതാണ് നമ്മളെ ഇമിറ്റേറ്റ് ചെയ്യുന്നത്, നമ്മളെ സ്വാധീനിക്കുന്നത്. നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മുടെ കൂട്ടുകാരെ നമ്മളെ സ്വാധീനിക്കുന്നു. കുറച്ചുകൂടെ പ്രായമഴിക്കുമ്പോൾ യൗവനക്കാർ നമ്മളെ സ്വാധീനിക്കുന്നു. കുറച്ചുകൂടെ പ്രായമായി കഴിയുമ്പോൾ മധ്യവയസ്കരായുള്ള ആൾക്കാർ നമ്മളെ സ്വാധീനിക്കുന്നു. അവരുടെ ജീവിതം കണ്ട് ആകർഷിക്കപ്പെട്ട് നമ്മൾ അതിലേക്ക് തിരിയുന്നു. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അവനെ സ്വാധീനിക്കേണ്ടത് ഈ ലോകത്തിലെ ഒരു ഘടകവുമല്ല, ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം ചൂണ്ടിക്കാണിക്കുന്ന ഒരാളെക്കുറിച്ചാണ് കർത്താവായ യേശു ക്രിസ്തു. സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ കാര്യപരിപാടി മനുഷ്യനെ രക്ഷിക്കുക എന്നുള്ളതാണ്. പാപത്തിൽ നിന്ന് രക്ഷിക്കുക, പിശാചിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുക, അവന് നഷ്ടപ്പെട്ടു പോയ നിത്യ സൗഭാഗ്യം തിരികെ കൊടുക്കുക. ഇതധികം പേരുടെ ഉള്ളിലേക്ക് അത് കടക്കുന്നില്ല. എന്താണ് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. അത് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. ദൈവവചനം കേൾക്കാഞ്ഞിട്ടല്ല, ദൈവവചനത്തോട് ചേർന്ന് നടക്കാഞ്ഞിട്ടല്ല, പക്ഷെ ദൈവം എന്നെക്കുറിച്ച് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അല്പകാലത്തെ ജീവിതത്തിൽ ഞാൻ നേടിയെടുക്കേണ്ട കാര്യം എന്താണെന്നുള്ളത് അനേകരും അത് ചിന്തിക്കുന്നില്ല, ഗൗരവമായിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കുന്നുമില്ല. ഈ ഭൂമിയിൽ അല്പകാലം ജീവിക്കും. നമുക്കറിയാം, അനേകർ ഭൂമിയിൽ ഒരു ജീവിതം കഴിഞ്ഞ് കടന്നു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. കടന്നു പോകുന്ന സങ്കടം തന്നെയാണ്. പക്ഷേ നമുക്കിവിടെ ഭൂമിയിൽ അധികാലം ജീവിക്കാൻ പറ്റില്ലല്ലോ. ദൈവം ഒരു ആയുസ് നമുക്ക് തന്നിട്ടുണ്ട്. ചിലർക്ക് കൂടിയായിരിക്കും, ചിലർക്ക് കുറഞ്ഞായിരിക്കും. ഈ ആയുസ് കൊണ്ട് നേടിയെടുക്കേണ്ടത് എന്താണെന്ന് ബുദ്ധിയുള്ള മനുഷ്യനാണെങ്കിൽ ചിന്തിക്കും. ഇന്ന് അനേകർക്ക് അങ്ങനെയുള്ള ചിന്തകളില്ല. ഈ ലോകത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളും ലോകത്തിൻ്റെ നന്മകളും സുഖ സൗകര്യങ്ങളും മനുഷ്യനെ സ്വാധീനിച്ചിട്ട് അവൻ്റെ കാതലായ ലക്ഷ്യത്തിൽ നിന്ന് അവൻ പിന്മാറിപ്പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. നമുക്കറിയാം, ഈ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം അത്ര എളുപ്പം കിട്ടുന്ന ഒരു കാര്യമൊന്നുമല്ല. ഈ നിത്യമായ സൗഭാഗ്യം, സ്വർഗരാജ്യമെന്നോ നിത്യമായ ജീവിതമെന്നോ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെയുള്ള ജീവിതമെന്നോ അബ്രഹാമിൻ്റെ മടിത്തട്ടെന്ന് പറയുന്ന കാര്യങ്ങൾ എന്തുമായിക്കോട്ടെ, പിശാചിൻ്റെ കയ്യിൽ നിന്നും പൂർണ്ണമായി മോചനം പ്രാപിച്ച് നിത്യമായൊരു സൗഭാഗ്യം വിശ്വാസികൾക്കുണ്ട്. അതിനുവേണ്ടിയാണ് പിതാവായ ദൈവം പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്. പുത്രനിൽ കൂടെ നമുക്ക് തരുന്നത് നിത്യജീവനാണ്, രക്ഷയാണ്. പിശാചിൻ്റെ കയ്യിൽ നിന്നും എന്നേക്കുമായുള്ളൊരു മോചനമാണ്. അതാണ് സൗഭാഗ്യ ജീവിതം, അതാണ് സ്വസ്ഥതയുള്ള ജീവിതം, അതാണ് സമാധാനമുള്ള ജീവിതം. അതാണ് എനിക്കൊരു രക്ഷകനുണ്ട്, എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്ന ഒരു നല്ല പിതാവുണ്ട്, എന്നെ കരം പിടിച്ച് നടത്തുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ബോധത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കും. ഞാൻ അനാഥനല്ല. എനിക്ക് വഴി തെറ്റിയാൽ കാണിച്ചു തരുന്ന ഒരു ദൈവമുണ്ട്, നേർപാതി നടത്തുന്ന ദൈവമുണ്ട്, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം സന്തോഷകരമായൊരു ജീവിതമാണ്. ഇന്ന് അനേകർക്ക് സമാധാനമില്ല, സന്തോഷമില്ല, ആശ്വാസമില്ല. ലോകത്തിലെ പല കാര്യങ്ങൾ അവർ നേടിയെടുക്കുന്നുണ്ട്. മനുഷ്യനല്ലേ, മനുഷ്യൻ വിചാരിച്ചാൽ അവനതൊക്കെ നേടിയെടുക്കാനുള്ള കഴിവ് അവനുണ്ട്. എന്നാൽ അവന് ചിന്താമണ്ഡലത്തിൽ നിന്ന് വളരെ ഉയരത്തിലുള്ളൊരു കാര്യമാണ് ദൈവം അവനെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഭൂമിയിലെ ജീവിതമല്ല, ഈ ഭൂമിയിലെ ജീവിതം നമുക്കൊരു പ്രിപ്പറേഷനാണ്,
നിത്യമായ ജീവിതം ദൈവത്തോടു കൂടി ജീവിക്കാൻ വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ കാലമാണിത്. ഇത് അനേകർക്ക് കൊണ്ട് മനസ്സിലാകുന്നില്ല. പ്രിയപ്പെട്ടവരെ, എന്നെ രക്ഷിപ്പാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കാര്യപരിപാടി ഞാൻ അറിയുന്നില്ല. എനിക്ക് വേണ്ടി പിടഞ്ഞു മരിച്ച ക്രിസ്തുവിനെ ഞാൻ കാണുന്നില്ല. എൻ്റെ ഉള്ളിൽ വന്ന് വസിക്കാൻ ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിനെ അധികം പേരും ശ്രദ്ധിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് നമുക്ക് പ്രശ്നം വരുമ്പോൾ നാം ദൈവത്തെ വിളിക്കും, പ്രശ്നം കഴിയുമ്പോൾ നാം പിന്നെയും പഴയ പോലെ ജീവിക്കും. ഇതാണ് അനേകരിൽ കാണുന്നത്. പ്രിയപ്പെട്ടവർ, ഇതിൽ നിന്ന് വ്യത്യസ്തമായൊരു ജീവിതം നയിക്കാനാണ് സ്വർഗം എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കാം, അങ്ങനെയുള്ളവർക്ക് മാത്രമേ നിത്യജീവൻ സ്വർഗരാജ്യത്തിൽ കിട്ടുകയുള്ളൂ. നിത്യമായ ജീവിതം നിത്യജീവനിൽ കഴിയണം, ദൈവത്തോടു കൂടി കഴിയണം. ദൈവം നമ്മളെ ഒരിക്കലും താണ ലെവലിലല്ല കാണുന്നത്, ഉന്നതമായ നിലവിൽ കർത്താവായ യേശുക്രിസ്തുവിനെ കിട്ടുന്ന അതേ സൗഭാഗ്യം എനിക്ക് തരാൻ ദൈവം കൊതിക്കുന്നു. അതാണ് സ്വന്തം ജീവൻ കൊടുത്ത് നമ്മളെ രക്ഷിച്ചു എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. നമുക്കറിയാം, അതിനകത്തെ 1-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഒരു ഗൗരവമേറിയ കാര്യം പറയുന്നുണ്ട്. നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുക. അതുകൊണ്ട് സഹോദരന്മാരെ, വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ അധികം ശ്രദ്ധിപ്പീൻ. എന്നെ വിളിച്ചത് ആരാണ്? എന്നെ അങ്ങനെ ഒരാൾ വിളിച്ചോ? എന്നെ വിളിച്ചത് ആരാണ്? എന്തിനാണ് എന്നെ വിളിച്ചത്? ഞാൻ എന്തായിത്തീരാനാണ് എന്നെ വിളിച്ചത്? ഏതിൽ നിന്നാണ് എന്നെ വിളിച്ചത്? എൻ്റെ നടപ്പ് എങ്ങനെയുള്ളതായിരിക്കണം? എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ ആത്മാവിനെ സ്നേഹിക്കുന്ന, നിത്യ സൗഭാഗ്യം തരാൻ കൊതിക്കുന്ന ഒരു ദൈവത്തിന് മാത്രമേ തരാൻ പറ്റുള്ളൂ. എനിക്കറിയാം, ഞാൻ എത്രയോ കാലം ഈ ഭൂമിയിൽ ജീവിച്ചു. എനിക്ക് അപ്പനുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, സഹോദരങ്ങളുണ്ടായിരുന്നു, സഹോദരിമാരുണ്ടായിരുന്നു, കൂട്ടുകാരുണ്ടായിരുന്നു, മതമേലധ്യക്ഷന്മാരുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ അവരാരും പറയാത്തൊരു കാര്യമാണ്, എന്നെ വിളിച്ചത് എന്തിനാണ്? എന്നെ ആരാണ് വിളിച്ചത്? ഈ ഭൂമിയിലെ ജീവിതം എങ്ങനെയാണ് കഴിക്കേണ്ടത്? ഒരു മനുഷ്യരും പറഞ്ഞു തന്നിട്ടില്ല. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം അതാണ്. എല്ലാവരും ജീവിക്കുന്നു, ഞാനും ജീവിക്കുന്നു, എനിക്ക് ഉള്ള സാഹചര്യം ഞാനും ജീവിക്കുന്നു. എൻ്റെ ലക്ഷ്യം എങ്ങോട്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ലോകത്തിലേക്കാരും. വെറും പച്ച മനുഷ്യനായി, ജഡികനായി ഈ ഭൂമി ജീവിച്ചു. ഞാൻ ആരെയും കുറ്റം പറയുകയില്ല. അവർക്ക് അനുഭവം ഉണ്ടെങ്കിലല്ലേ നമ്മളെ നയിക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ജനിച്ചു വീണത്. എനിക്കതൊന്നും മനസ്സിലായിരുന്നില്ല, എന്നോട് ആരും പറഞ്ഞതുമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ഞാനങ്ങ് ജീവിച്ചു. നിത്യജീവൻ എനിക്കൊരു വിഷയമായിരുന്നില്ല. കർത്താവായ യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ള കാര്യം എനിക്കൊരു വിഷയമായിരുന്നില്ല. സ്വർഗരാജ്യമോ നരകമോ എനിക്കൊരു ചിന്താവിഷയമായിരുന്നില്ല. പക്ഷേ യൗവനപ്രായത്തിൽ എനിക്കൊരു വ്യക്തമായിട്ട് മനസ്സിലായി, ഞാൻ സ്വർഗരാജ്യത്തിൽ പോവുകയില്ല. കാരണം സ്വർഗരാജ്യത്തിൽ പോകുന്നതിന് ഘടകവിരുദ്ധമായ പല പാപങ്ങളും എൻ്റെ ജീവിതത്തിലുള്ള എനിക്കറിയാം. അതിൽ നിന്ന് വിട്ടുമാറാൻ എൻ്റെ ഉള്ളത്തിന് താല്പര്യമില്ലായിരുന്നു, പുറമേ താല്പര്യമില്ലായിരുന്നു. ഇങ്ങനെയുള്ള ഊരാക്കുടുക്കൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നുണ്ട്, മകനെ, നിന്നെ സ്വർഗത്തിൻ്റെ കരം വിളിക്കുന്നു, നിന്നെ ദൈവം വിളിക്കുന്നു. എൻ്റെ കഴിഞ്ഞ കാലം ഞാൻ നോക്കുന്നില്ല, നിനക്കൊരു നല്ല ജീവിതം ഞാൻ തരാം, ഞാൻ നിൻ്റെ ഉള്ളത്തിലേക്ക് വരാം, ഞാൻ നിന്നെ സകല സത്യത്തിലും വഴി നടത്താം. നിൻ്റെ കഴിഞ്ഞകാല ശീലങ്ങളോ പാരമ്പര്യങ്ങളോ ഒന്നും ഞാൻ നിന്നോട് ചോദിക്കുന്നില്ല. അതിനെല്ലാം തകിടം മറിക്കാൻ എനിക്ക് കഴിയും. ഒരു കാര്യം, നിന്നെ ഞാനാണ് വിളിച്ചത്. നിന്റെ സൃഷ്ടാവായ ദൈവമാണ് ഞാൻ നിന്നെ വിളിച്ചത്. കുശവൻ്റെ കയ്യിൽ ചീത്തയായി പോയ പാത്രം കുശവന് അത് വേറെ നല്ല പാത്രമാക്കാൻ പറ്റും. അതൊരു വലിയ സത്യമാണ്. ചീത്തയായിപ്പോയി, സത്യമാണ്. പല കാരണം കൊണ്ടും ചീത്തയായിപ്പോയി. സങ്കടപ്പെടേണ്ട, ഭാരപ്പെടേണ്ട, നിരാശപ്പെടേണ്ട, ജീവിതം അവസാനിപ്പിക്കേണ്ട, ഒന്നും വേണ്ട. ഈ കുശവൻ എന്ന് പറയുന്ന സൃഷ്ടാവായ ദൈവം അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചാൽ മാത്രമേ ആ കാര്യം നടക്കുകയുള്ളൂ. ഇന്ന് അനേകർക്ക് പറ്റുന്ന കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് തെറ്റുണ്ടെന്നറിയാം, അവർ പോകുന്ന നാശത്തിലേക്കാണെന്ന് അറിയാം. പക്ഷേ അവനെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്കൊന്നും ചെല്ലാൻ മനസ്സില്ല. എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ്, ദൈവത്തെക്കുറിച്ചൊരു വികലമായ കാഴ്ചപ്പാടുള്ളതുകൊണ്ടായിരിക്കാം. ഇവിടെ പറയുന്നു, നിന്റെ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുക. ദൈവം, നിത്യനായ ദൈവം, എൻ്റെ സൃഷ്ടാവായ ദൈവത്തിന് മാത്രമേ എന്നെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ലോകത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതെല്ലാം സ്വാർത്ഥ സ്നേഹമാണ്. അങ്ങോട്ട് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടായിരിക്കും അവരിങ്ങോട്ട് സ്നേഹിക്കുന്നത്. അവരാഗ്രഹിക്കുന്ന പോലെ ഞാൻ അവരെ മാനിച്ചില്ലെങ്കിൽ അവരുടെ സ്വഭാവം മാറും. അപ്പോൾ വാസ്തവമായ സ്നേഹം ഈ ലോകത്തിൽ ഇല്ല. നിഷ്കളങ്കമായ സ്വാർത്ഥതയില്ലാത്ത സ്നേഹം ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അതാണ് സാക്ഷാൽ സ്നേഹം. വചനത്തിൽ പറയുന്നുണ്ട്, കൂട്ടുകാരന് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ജീവൻ കൊടുക്കുന്ന സ്നേഹം ലോകത്തിലെവിടെയെങ്കിലും കണ്ടുണ്ടോ? അങ്ങനെ ഒരിടത്തുമില്ല പ്രിയരെ. ഞാൻ ആകർഷിക്കപ്പെട്ട ആ ഒരൊറ്റ കാര്യത്തിലാണ്. ഈ ലോകത്ത് ഞാൻ സ്നേഹം കാണുന്നുണ്ട്, പല രീതിയിലുള്ള സ്നേഹമുണ്ട്. അതെല്ലാം സ്വാർത്ഥം നിറഞ്ഞതാണ്.
അവരവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി അവൾ കാണിക്കുന്ന സ്നേഹമാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എന്നാൽ സാക്ഷാൽ സ്നേഹമെന്ന് പറയുന്നത് സൃഷ്ടാവായ ദൈവത്തിന് മാത്രമേ എന്നെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. എന്തേ കാര്യം? ഞാൻ നശിച്ചു പോകുന്നു, എൻ്റെ ആത്മാവ് നശിക്കുന്നു, നിത്യ സൗഭാഗ്യം എനിക്ക് നഷ്ടമായി പോകുന്നു. ഈ പോക്ക് പോയാൽ നരകത്തിലേക്ക് അവൻ പോകും. ദൈവത്തിൻ്റെ ഏറ്റവും ശത്രുവായ പിശാചിൻ്റെ കസ്റ്റഡിയിലായിപ്പോയി. അവന് കിട്ടാൻ പോകുന്ന നിത്യമായ നരകമാണെങ്കിൽ എനിക്കും അത് തന്നെ കിട്ടുമെന്നുള്ള ദൈവത്തിന് കാണുന്നു. ദൈവത്തിൻ്റെ ഹൃദയം വേദനിക്കുന്നു. ആ ഹൃദയത്തിൻ്റെ വേദനയാണ് ദൈവത്തിൻ്റെ വചനമായി നമുക്ക് കിട്ടുന്നത്. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളൊന്നും ഓർക്കാതെ ഞാൻ നിന്നെ ശരിയാക്കാം. എന്നോട് മാനസാന്തരപ്പെട്ടപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, മകനെ, സ്വർഗരാജ്യം ഞാൻ നിനക്ക് തരാം. അങ്ങനെ ആര് പറയും? അങ്ങനൊരു ശബ്ദം ആർക്കെങ്കിലും പറയാനുള്ള ധൈര്യമുണ്ടോ? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പറയാൻ കഴിവുള്ള ഒരുത്തൻ മാത്രമേ ഉള്ളൂ. കാരണം സ്വർഗരാജ്യത്തിൽ എത്തിക്കാൻ കഴിവുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ, കർത്താവായ യേശുക്രിസ്തുവാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുന്നില്ല. ജീവൻ തരാനും സമൃദ്ധിയായ ജീവൻ തരാനും അവനെ കഴിയുള്ളൂ. മനുഷ്യൻ്റെ ബന്ധനം അഴിക്കാൻ അവന് മാത്രമേ കഴിയുള്ളൂ. മനുഷ്യൻ്റെ പ്രശ്നത്തിന് പരിഹാരം തരാൻ അവന് മാത്രമേ കഴിയുള്ളൂ. അവൻ്റെ മുമ്പിൽ ഒരു മനുഷ്യനും ഒരു പിശാചിനും നിൽക്കാൻ കഴിയില്ല. യൂദയുടെ സിംഹം, തോൽക്കാത്തവൻ, ആർക്കും വഴി മാറിക്കൊടുക്കാത്തവൻ. അതാണ് ഈ പറഞ്ഞ വിളിയും തെരഞ്ഞെടുപ്പ് പറയാൻ. എന്നെ വിളിച്ചോ? എനിക്കൊരു വിളി കിട്ടിയോ? എന്നെ സ്വർഗം വിളിച്ചുവോ? എൻ്റെ സൃഷ്ടാവായ ദൈവം എന്നെ വിളിച്ചുവോ? എൻ്റെ കഴിഞ്ഞ കാലം ഓർക്കാതെ എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം എന്നെ വിളിച്ചുവോ? ഇതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് അനേകർക്കും കൂട്ടായ്മ വരുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഉന്നതനായ ദൈവത്തെ ആരും കാണുന്നില്ല. അവിടെയാണ് എല്ലാം തകർന്നു പോകുന്നത്. വ്യക്തിപരമായി പറഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം, എൻ്റെ ആത്മാവിനെ സ്നേഹിക്കുന്ന ഒരു ദൈവം, എൻ്റെ നിത്യജീവിതം ശോഭനമാക്കാൻ കൊതിക്കുന്ന ഒരു ദൈവം, എൻ്റെ നന്മ ആഗ്രഹിക്കുന്ന ഒരു ദൈവം, എന്നെ തകർന്നു പോകാതെ കാക്കാൻ കൊതിക്കുന്ന ദൈവം, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ കൊതിക്കുന്ന ഒരു ദൈവം, എന്നോട് ചുറ്റിപ്പറ്റി നിൽക്കുന്നവരെ രക്ഷിക്കാൻ വേണ്ടി ദൈവം കണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. എൻ്റെ സഹോദരങ്ങളെ, ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലായി, നിത്യ സൗഭാഗ്യം എല്ലാവർക്കും ഒന്നും കിട്ടുകയില്ല. വളരെ അപൂർവം പേർക്ക് മാത്രം കിട്ടുന്ന സൗഭാഗ്യം എൻ്റെ ദൈവം എൻ്റെ മുമ്പിലേക്ക് വെച്ച് നീട്ടി തന്നാൽ ഞാനത് കളയണോ അതോ സ്വീകരിക്കണോ? എൻ്റെ ചെറുപ്രായത്തിൽ എനിക്ക് ദൈവത്തിൻ്റെ വിളി കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു ഒറ്റ കാര്യമാണ്, ഇതെൻ്റെ ദൈവമാണ് എന്നെ വിളിക്കുന്നത്. അതൊരു വലിയ ബോധ്യമാണ്. ആ ചെറുപ്രായത്തിൽ അങ്ങനെയൊന്നും കിട്ടേണ്ട യാതൊരു സാഹചര്യവുമില്ല. പൊട്ടിത്തെറിക്കുന്ന പ്രായം എന്നൊക്കെ പറയത്തില്ലേ? തിളച്ചു പൊങ്ങുന്ന ഒരു കാലം, വികാരക്ഷോഭമുള്ളൊരു കാലം, പാപത്തിനു വേണ്ടി ജീവിക്കാൻ കൊതിക്കുന്ന ഒരു കാലത്ത് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുക, അത് തിരിച്ചറിയുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ഞാൻ പറയും. ആ ദൈവത്തിന് മുമ്പിൽ ആർക്കും എതിരായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. നമുക്കറിയാം, ശൗലെന്ന് പറഞ്ഞൊരു വ്യക്തി എത്രയോ പ്രാഗൽഭ്യമുള്ള മനുഷ്യനായിരുന്നു. നല്ല വിദ്യാഭ്യാസം, ആത്മീയമായ എല്ലാ തീക്ഷ്ണതയുള്ളൊരു മനുഷ്യൻ. അവനെ ദൈവം ദമസ്കോസിൻ്റെ പടിവാതിക്കൽ താഴ്ത്തിയപ്പോൾ, പ്രകാശമടിപ്പിച്ച് അവനെ താഴ്ത്തിയപ്പോൾ, അവൻ്റെ കണ്ണ് കുരുടാക്കി അവനെ താഴ്ത്തിയപ്പോൾ, അവൻ്റെ കണ്ണ് കുരുടായെങ്കിൽ അവൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ ആരാകുന്നു കർത്താവേ എന്നാണ് ചോദിക്കുന്നത്. നീ ആരാകുന്നെന്നല്ലേ ചോദിച്ചത്? നീ കർത്താവാണ്. എന്നെ അടിച്ച് താഴ്ത്താൻ തക്കവണ്ണം കഴിവുള്ള നീയാണ്. എൻ്റെ മുമ്പിൽ സാറിന് ആരും നിൽക്കുകയില്ല. ആത്മീയമായിട്ടോ ഭൗതികമായിട്ടോ ജ്ഞാനം കൊണ്ടോ എൻ്റെ മുമ്പിൽ തർക്കിച്ച് നിൽക്കാൻ ആരെക്കൊണ്ടും സാധിക്കില്ല. പക്ഷെ എന്നെ നീ അടിച്ച് താഴ്ത്തിയിട്ടു, എന്നെ നീ ബലഹീനനാക്കി, എൻ്റെ കണ്ണ് നീ കുരുടാക്കി, എൻ്റെ ബലം ക്ഷയിപ്പിച്ച് ഈ നടു റോഡിൽ എന്നെ വീഴിച്ചവൻ ആരാണ്? നീ കർത്താവ് തന്നെയാണ്. പറയുന്നത് നീ ആരാവുന്ന കർത്താവെന്ന്. അപ്പോഴാണ് യേശുക്രിസ്തു പറയുന്നു, നീ ഉപദ്രവിക്കുന്ന നസ്രായന യേശുവാണത്. വെളിപ്പെടുത്തി കൊടുത്തു പ്രിയപ്പെട്ടവർ. പിന്നെ പൗലോസിന് പുറകോട്ട് പോകാൻ പറ്റുമോ? എന്നെ സ്നേഹിക്കുന്ന ദൈവം, ഞാൻ ഉപദ്രവിക്കുന്ന ദൈവം എന്നെ സ്നേഹിക്കുന്നു. ഇതെന്തൊരു സ്നേഹം! ഇത് ആർക്കും മനസ്സിലാകും. അതാണ് വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുക എന്ന് പറഞ്ഞൊരു കാര്യം. എന്നെ എൻ്റെ ദൈവം വിളിച്ചു, എന്നെ ഏറ്റവും സ്നേഹിക്കുന്ന ദൈവം എന്നെ വിളിച്ചു, എൻ്റെ സൗഭാഗ്യത്തിന് വേണ്ടി എന്നെ വിളിച്ചു, എൻ്റെ കഴിഞ്ഞ കാലം ക്ഷമിക്കാൻ വിളിച്ചു, എന്നെ മാനിക്കാൻ ദൈവം വിളിച്ചു, എൻ്റെ ഹൃദയത്തിൽ വരാൻ കൊതിച്ചു, എൻ്റെ ജീവിതത്തിനകത്തോട്ട് കയറാൻ ദൈവം ആഗ്രഹിച്ചു, എനിക്കുള്ളതെല്ലാം അവൻ്റെ സ്വന്തമാക്കാൻ അവൻ ആഗ്രഹിച്ചു, എന്നെ ഉള്ളം കരങ്ങൾ വഹിക്കാൻ അവൻ കൊതിച്ചു, എന്നെ ഭൂമിയുടെ ആകർഷത്തിൻ്റെ പരിധിയിൽ നിന്ന് പൊക്കാൻ അവൻ ശ്രമിച്ചു. എൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുക. എന്തിന്? നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് ആദ്യത്തെ വേണ്ട ഒരു കാര്യമാണ്, നിന്നെ വിളിച്ചത് ആരാണ്? എന്തിനു വേണ്ടിയാണ് വിളിച്ചത്? ആരാണ് വിളിച്ചത്?
നിന്നെ എത്രമാത്രം ആ ദൈവം സ്നേഹിക്കുന്നു. സ്വന്തം ജീവിതം തന്ന് സ്നേഹിച്ച ആ സ്നേഹത്തെ നീ ലോകത്തിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ സ്നേഹത്തിന് മുമ്പിൽ ആരുടെയും തലകുനിയും. സ്തോത്രം. ആ സ്നേഹത്തിന് മുമ്പിൽ മുഴങ്കാൽ ഇവിടെ വെച്ച് തന്നെ മടങ്ങും. സ്തോത്രം. കടന്നു ചെല്ലുമ്പോൾ ന്യായവിധിയുടെ മുമ്പിൽ ആ മുഴങ്കാലം മടക്കുന്ന കാര്യമല്ല പറഞ്ഞ്, എന്നാണ് സകല മുഴങ്കാലം എൻ്റെ മുമ്പിൽ മടങ്ങും. അത് അവസാന കാലഘട്ടത്തിലാണ്. എന്നാൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അവൻ്റെ മുമ്പിൽ മുഴങ്കാലം മടക്കിക്കൊണ്ട്, ഞാൻ നിൻ്റെ കൈപ്പണിയല്ലോ, ഞാൻ നിന്നെ വേദനിപ്പിച്ചു പോയ മനുഷ്യനല്ലേ, ഞാൻ നിന്നെ മറന്നുപോയ മനുഷ്യനല്ലേ, എൻ്റെ ജീവിതം ഞാൻ നിന്റെ മുമ്പിലേക്ക് തരികയാണ്. എൻ്റെ ജീവിതമൊന്നും എനിക്ക് വിലപ്പെട്ട ഒന്നുമല്ല, പക്ഷെ നിനക്ക് വിലപ്പെട്ടാണെന്ന് എനിക്കറിയാം. വ്യവസ്ഥകളൊന്നും എനിക്കില്ല കർത്താവേ, ഞാൻ നിൻ്റെ അടിമ. പറയാൻ പറ്റുമോ? എനിക്ക് കിട്ടിയ ഭാഗ്യം അതാണ്. ആ വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ എന്നും എൻ്റെ ദൈവത്തോട് നന്ദിയുള്ളവനാണ്. എൻ്റെ ഹൃദയം തകരുന്ന ഞാൻ അറിയുന്നുണ്ട്. എന്നെ മാനിക്കാൻ ആരും ഉണ്ടായിരുന്നു, എന്നെ സ്നേഹിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഈ ലോകത്തിലെ സ്നേഹങ്ങളെല്ലാം കാപട്യങ്ങളുള്ളായിരുന്നു. എന്നെ വാസ്തവമായി എന്നെ സ്നേഹിച്ച് ജീവൻ തന്നെ സ്നേഹിച്ച ആ ദൈവനോട് സംസാരിച്ചപ്പോൾ ഞാൻ വേറെ ഒന്നും ചോദിച്ചില്ല. എൻ്റെ ജീവൻ ഞാൻ നിനക്ക് തരുന്നു. ഒരു കാര്യമേ എനിക്ക് വിഷയമുണ്ടായിരുന്നുള്ളൂ, ഇതെങ്ങനെ സാധിക്കും എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് നീ പേടിക്കണ്ട, ഞാനത് നിനക്ക് സാധിപ്പിച്ചു തരും. ദൈവത്തിന് സ്തോത്രം. 2 പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനത്തിലെ 3-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. അവിടെ ഒരു വാക്യമുണ്ട്, തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. 2-ാമത്തെ കാര്യമാണ് അവൻ്റെ ഒരു ദിവ്യശക്തി ദാനമായി തന്നിരിക്കുന്നു. അനേകർക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. എൻ്റെ യൗവനകാലത്ത് എനിക്ക് പിടികിട്ടാത്തൊരു കാര്യമായിരുന്നു. ഇതെങ്ങനെ സാധിക്കും? ഈ വചനം എത്രയോ ഗൗരവമുള്ള കാര്യം. ഈ വചനം ഞാനുമായിട്ട് ഒരു ബന്ധവും എനിക്കില്ല. ഇതെന്നെ കൊണ്ട് അനുസരിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. മനുഷ്യർക്ക് പ്രാക്ടിക്കൽ അല്ല. ഞാൻ പറഞ്ഞ കാര്യമാണ്, നീ പറയുന്നതൊക്കെ സത്യമാണ്. പക്ഷെ ഇത് ആരെക്കൊണ്ട് സാധിക്കും? ഇവിടെയാണ് ഈ ദിവ്യശക്തി എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രസക്തി വരുന്നത്. മനുഷ്യൻ ദൈവം വിളിക്കുമ്പോൾ മനുഷ്യൻ്റെ ബലഹീനത ദൈവത്തിന് അറിയാം, മനുഷ്യൻ്റെ കുറവ് ദൈവത്തിന് അറിയാം, അവൻ എത്രയോ നിസ്സാരനാണെന്നറിയാം. അല്പകാലത്തേക്ക് ഭൂമി ജീവിക്കുന്ന ഒരു മനുഷ്യൻ, യുഗങ്ങൾ കണ്ട ദൈവം ഒരു മനുഷ്യനെ എന്നെ കാണാനേ, അവൻ എന്തുള്ളു, അല്പകാലം ഭൂമി ജീവിച്ചിട്ട് മണ്ണിനടിയിലേക്ക് പോകുന്ന ഒരു മനുഷ്യൻ. ഈ ചെറിയ കാലഘട്ടത്തിനുള്ളിൽ അവനെ പിടിക്കാൻ പറ്റുമോ എന്നാണ് ദൈവം നോക്കുന്നത്. അവനെ വലവിച്ച് പിടിക്കാൻ പറ്റുമോ? അവനെ എൻ്റെ സ്വന്തമാക്കാൻ പറ്റുമോ? അവൻ്റെ ഉള്ളിലേക്ക് എൻ്റെ ജീവൻ പകർന്നു കൊടുക്കാൻ പറ്റുമോ? അവൻ്റെ ഉള്ളിലേക്ക് എൻ്റെ രക്തം പകർന്നു കൊടുക്കാൻ പറ്റുമോ? എനിക്കവനെ സ്വന്തമാക്കാൻ പറ്റുമോ? എൻ്റെ ശക്തി അവൻ്റെ മേലെ ഇറച്ചുകൊണ്ട് ജനത്തിൻ്റെ മുമ്പിൽ ദൈവിക ശക്തിയുള്ളൊരു മനുഷ്യനായിട്ട് അവനെ കാണിക്കാൻ പറ്റുമോ? എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ദിവ്യശക്തി. ആ ശക്തിയുള്ള മനുഷ്യന് ഈ ലോകത്തിലെ ഒരു പ്രശ്നമല്ല. എനിക്കറിയാം, അനേകര് ഭാരപ്പെട്ട് കഴിയുന്നു, അനേകര് വേദനിച്ച് കഴിയുന്നു, അനേകര് സങ്കടപ്പെട്ട് കഴിയുന്നു. പണമില്ലാതെ കഴിയുന്നവരുണ്ട്, കടത്തിൽ കഴിയുന്നവരുണ്ട്, രോഗത്തിൽ കഴിയുന്നവരുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടും അതിൻ്റെ കൂടെ തന്നെ പല ലോകത്തിലെ പ്രശ്നങ്ങളിൽ കഴിയുന്നവരുണ്ട്, വിവാഹം നടക്കാത്തവരുണ്ട്, വെളിയിലേക്ക് പോകാൻ വിസ കിട്ടാത്തവരായിട്ടുണ്ട്. അനവധി പ്രശ്നങ്ങളാൽ വലയുന്ന ജനം. ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. ഇതിനെല്ലാം പരിഹാരം തരാൻ ഒരു ദൈവമുള്ളപ്പോൾ എന്തിനു വിഷമിക്കണം, എന്തിനു ഭാരപ്പെടണം? എൻ്റെ പ്രസംഗത്തിൽ ഞാൻ എപ്പോഴും പറയും, മനുഷ്യ, നീ എന്തിനു ഭാരപ്പെടണം? നിന്റെ കാര്യം നോക്കാൻ ഒരു ദൈവമില്ലേ? നിന്റെ കരം പിടിക്കാൻ ഒരു യേശുവില്ലേ? നിന്റെ ഉള്ളിലേക്ക് വന്ന് നിന്നെ വഴി നടത്താൻ നിനക്കൊരാളില്ലേ? സമാധാനമാണ് ക്രിസ്തു നിന്റെ ഉള്ളത്തിൽ വന്നാൽ നിനക്ക് സമാധാനമല്ലേ? എന്തിന് നീ ആവലാതിപ്പെടണം? എന്ത് തിന്നും എന്ത് കുടിക്കുന്നു നീ വലേൻ്റെ ആവശ്യമില്ല. നിന്റെ കാര്യം നോക്കാൻ ഒരു ദൈവമുണ്ട്. ഇന്നാർക്കത് മനസ്സിലാകില്ല. അതാണ് രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കം എന്ന് പറഞ്ഞതിൻ്റെ രഹസ്യം. വചനം കേട്ടാലും ഗ്രഹിക്കാൻ പറ്റില്ല, വചനം കേട്ടാലും മനസ്സിലാക്കാൻ പറ്റില്ല, വചനം കേട്ടാലും അതിന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല. വചനം ആരാണെന്ന് അറിയുന്നില്ല. എൻ്റെ ഹൃദയത്തെ തകർത്തൊരു ദൈവത്തെ കാണാൻ പറ്റുന്നില്ല. സ്തോത്രം. ഇന്ന് അനേകരെ തകർന്നു കിടക്കുന്ന എവിടെയാണ്? എന്ത് ചെയ്യാൻ പറ്റും പ്രിയപ്പെട്ടവർ? നിത്യനായ ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ വരാമെന്ന് പറഞ്ഞാലും സ്വീകരിക്കത്തില്ല. ഞാൻ നിന്നെ രൂപാന്തരപ്പെടുത്താമെന്ന് പറഞ്ഞാലും ആൾക്കാർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നിന്റെ ഹൃദയം എനിക്ക് തരാൻ പറഞ്ഞാൽ അത് കൊടുക്കുകയില്ല. അവൻ്റെ ഇഷ്ടപ്രകാരം അവൻ ഈ ലോകത്ത് ജീവിക്കണം. അത് പിശാചിൻ്റെ ആലോചനയാണ് പ്രിയപ്പെട്ടവരെ. പിശാച് ബാധിച്ചൊരു മനുഷ്യനാണ്. അവൻ്റെ സ്വയത്തിൽ അവൻ ഡിപ്പെൻഡ് ചെയ്യും, അവൻ ആശ്രയിക്കും. അവൻ ആഗ്രഹിക്കുന്ന പോലെ ഈ ഭൂമിയിൽ ജീവിക്കണം. അതിനൊരു ദൈവം വേണം. അത് കവിഞ്ഞൊരു ദൈവത്തെ അവന് വേണ്ട. അവന് നിത്യവിനൊരു വിഷയമല്ല, നിത്യ സൗഭാഗ്യം ഒരു വിഷയമല്ല, യേശുവിൻ്റെ സാക്ഷിയായിട്ട് ഇവിടെ ജീവിക്കണം എന്നുള്ളത് അവനൊരു വിഷയമല്ല. ഒരു പരിശുദ്ധാത്മാവുണ്ടെന്ന് ജനത്തിന് കാണിച്ചു കൊടുക്കാൻ തക്കണം രൂപാന്തരപ്പെട്ട ഒരു ജീവിതം ഒരു വെല്ലുവിളിയോട് സ്വീകരിക്കാൻ അവന് മനസ്സില്ല. യേശുക്രിസ്തുവിന്റെ നാമം അവൻ്റെ നെറ്റിമേലുണ്ടെന്നുള്ള കാര്യം അവൻ മറ്റുള്ളവന് കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല.
രൂപാന്തരപ്പെട്ടൊരു ജീവിതമുണ്ടെന്ന് പറഞ്ഞാൽ ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ട ഇതിക്കുള്ള എന്ത് വേണം? അത്ഭുതങ്ങളും അടയാളങ്ങളൊന്നും അല്ല. അത്ഭുതങ്ങളും അടയാളങ്ങളും സ്വന്തം ജീവിതത്തിലെ സ്വഭാവം മാറുന്നതിനകത്ത് വേണം. അപ്പോൾ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കണമെന്ന്. 2, ദിവ്യശക്തിയായ പരിശുദ്ധാത്മാവ് നിന്റെ മേലെ ഇറങ്ങി വന്ന് നിന്നെ മാറ്റും എന്നുള്ള കാര്യം നീ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. സ്തോത്രം. 1:4 നമുക്ക് വായിക്കാം. 2 പത്രോസ് 1:4. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വവുമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. അതിമഹത്തായ വാഗ്ദത്തം, വിലപ്പെട്ട അതിമഹത്തായ വാഗ്ദത്തം. ദൈവത്തിന് സ്തോത്രം. ഇതാണ് പ്രിയപ്പെട്ടവരെ ദൈവം മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്. അതാണ് ദൈവം മനുഷ്യന് കൊടുക്കുകയാണ്. പാപിയായി പറഞ്ഞ മനുഷ്യൻ, പാപകൂപത്തിൽ കിടക്കുന്ന മനുഷ്യൻ, അന്ധകാരത്തിൽ കിടക്കുന്ന മനുഷ്യനും ആഴക്കുഴിയിൽ കിടക്കുന്ന മനുഷ്യന്, യാതൊരു വെളിച്ചമില്ലാത്ത മനുഷ്യന്, വിശുദ്ധിയില്ലാത്ത മനുഷ്യന്, ദൈവത്തിലേക്ക് നോക്കാൻ പോലും പറ്റാത്ത മനുഷ്യന് അവന് ദൈവം കൊടുക്കുന്ന ഒരു വാഗ്ദത്തമാണ്. ചെളിക്കുണ്ടിൽ കിടക്കുന്ന മനുഷ്യനെ പൊക്കിയെടുക്കുന്ന സ്നേഹം. അതാണ് മുടിയൻ പുത്രന് സംഭവിച്ചത്. അവൻ്റെ അടുത്ത് ആരെങ്കിലും ചെല്ലുമോ? അവനെ മാനിക്കാൻ ആരെങ്കിലും ഉണ്ടോ? അവൻ്റെ അടുത്തൊക്കെ ചെല്ലുന്നൊരു ദൈവമുണ്ട്. പന്നിക്കൂട്ടത്തിന് നടുവിലേക്ക് ചെന്നവനെ പൊക്കിയെടുക്കുന്ന ഒരു ദൈവമുണ്ട്. അതാണ് ദൈവസ്നേഹം. അതാണ് ഈ വാഗ്ദത്തം എന്ന് പറയുന്നത്. നിന്റെ ഇന്നത്തെ അവസ്ഥയല്ല, നിന്റെ കഴിഞ്ഞകാല അവസ്ഥയല്ല. ഞാൻ അതൊന്നും നോക്കുന്നില്ല. നിന്റെ കഴിഞ്ഞകാലം നിനക്കൊരു നല്ല ജീവിതം ഉണ്ടായിരുന്നു. അന്ന് നീ എന്നെ മാനിച്ചില്ല, സ്നേഹിച്ചില്ല. ഇന്ന് പന്നിയുടെ കൂടെ കഴിയുമ്പോൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. മാറ്റമില്ലാത്ത സ്നേഹം, മാറാത്ത സ്നേഹം. പന്നിയുടെ ചെളിക്കുണ്ടിലേക്ക് ചെല്ലുന്ന ഒരു ദൈവമുണ്ടോ? എൻ്റെ ഒന്നാമത്തെ കാര്യമാണ് പാപമോചനം. 1 യോഹന്നാൻ 1:7 പറയും, അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കും. വാഗ്ദത്തമാണ്. നീ കഴിഞ്ഞ കാലത്ത് ചെയ്തു കൂട്ടിയ പാപത്തെക്കുറിച്ച് നീ ഭയപ്പെടേണ്ട. നിന്റെ മനസാക്ഷിയിൽ വന്നു പോയ കറകളെക്കുറിച്ച് നീ പേടിക്കണ്ട. നിന്റെ കറകൾ ഞാൻ കഴുകിത്തരും. എൻ്റെ പുത്രൻ്റെ രക്തം കൊണ്ട് നിന്റെ ഹൃദയം ഞാൻ കഴുകും. നിന്റെ ചിന്താമണ്ഡലം ഞാൻ കഴുകും. നിന്റെ വികാരമണ്ഡലം ഞാൻ കഴുകും. നിന്റെ ആളത്തം ഞാൻ കഴുകും. പിന്നെ അവിടെ ഒന്നും കാണുകയില്ല. യേശുക്രിസ്തുവിൻ്റെ രക്തം നിന്റെ സകല കഴിഞ്ഞകാല പാപങ്ങളും ക്ഷമിച്ചു വരും. 2, ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായത്തിൽ അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും ഉണ്ടെന്ന് പ്രസംഗിച്ചു. അവൻ്റെ നാമത്തിൽ മാനസാന്തരം, നിനക്കൊരു മാനസാന്തരം കിട്ടും. നിന്റെ കല്ലായുള്ള ഹൃദയം മാറും. മാംസളമായൊരു ഹൃദയം നിനക്ക് ലഭിക്കും. എൻ്റെ ആത്മാവിനെ ഞാൻ നീ ഉള്ളിലാക്കും. നീ ആൾ മാറിയിരിക്കും. അതാണ് വാഗ്ദത്തത്തിൻ്റെ പാപമോചനം കൊണ്ട് കിട്ടുന്നൊരു കാര്യം. വിലപ്പെട്ട വാഗ്ദത്തങ്ങളായിരുന്നു. 1 പാപമോചനമാണ്. 2 മാനസാന്തരം തരും. ചിലക്ക് അലർജി ആണെങ്കിലും സാരമില്ല. ദൈവത്തിന് ഏറ്റവും വിലപ്പെട്ടൊരു വാക്കാണ് ഈ മാനസാന്തരം എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ കൺവേർഷൻ, ഒരു മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ വരുന്ന മാറ്റം. ഒരു മനുഷ്യൻ ഇതുവരെ ജീവിച്ചതിൽ നിന്നും അവൻ നേരെ തിരിഞ്ഞിട്ട് ജീവനുള്ള ക്രിസ്തുവിലേക്ക് നോക്കുന്ന ജീവിതം. അവൻ്റെ ഹൃദയം ദൈവത്തിന് കൊടുത്തിട്ട് അവൻ്റെ കരം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുന്ന ജീവിതം. അവൻ്റെ കാൽപാദങ്ങളിൽ ഇരുന്നുകൊണ്ട് ഏങ്ങലടിച്ച് കരയുന്ന ഒരു ജീവിതം. എനിക്ക് തെറ്റുപറ്റിപ്പോയി കർത്താവേ, ഞാൻ മണ്ടനായിപ്പോയി, ഞാൻ മടയനായിപ്പോയി. ഏതോ ഒരു അദൃശ്യ ശക്തി എന്നെ കീഴടക്കി ഞാൻ അതിനെ വിധേയപ്പെട്ട് ഞാൻ ജീവിച്ചുപോയി. നിന്നെ ഞാൻ മറന്നുപോയി. നിന്നെ ഞാൻ കർത്താവേ അന്യപ്പെട്ടു പോയി. ഞാൻ നിന്നിൽ നിന്ന് എന്നോട് ക്ഷമിക്കണമേ, പൊറുക്കണമേ. ഇനി അത് വരില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചൊരു പാഠമാണ് കർത്താവേ, ഞാൻ നിന്നെ മറന്നുപോയി. എബ്രായ ലേഖനം 9-ാം അധ്യായം 22-ാമത്തെ വാക്കിൽ യേശുക്രിസ്തുവിൻ്റെ രക്തം ചൊരിഞ്ഞത് പാപിക്ക് പാപമോചനം കൊടുക്കാനാണ്. യേശുക്രിസ്തു സ്വന്തം രക്തം ചൊരിഞ്ഞത് എൻ്റെ പാപം കഴുകാനാണ്. അത് കേട്ടാൽ ആരെങ്കിലും പിന്നെ പുറകോട്ട് പോവുമോ? ഇതെല്ലാം ഓർമ്മകളായിട്ട് പോവുകയാണ്, ബുദ്ധിയിലങ്ങ് ചിന്തിക്കുകയാണ്. എന്നാൽ സത്യം ഞാൻ അറിയുന്നു, ഞാൻ ചെയ്തു കൂട്ടിയ സകല പാപത്തിനും എൻ്റെ യേശു പരിഹാരമായത് അവൻ്റെ രക്തമാണെന്ന് ഓർക്കുമ്പോൾ എനിക്ക് അവനോട് നന്ദിയുണ്ട്, കടപ്പാടുണ്ട്, സ്നേഹമുണ്ട്. തീർത്താൽ തീരാത്ത കടപ്പാടുമായി ഞാൻ അവൻ്റെ കാൽപ്പാകത്തിരിക്കുകയാണ്. എൻ്റെ പാപം കിടിയാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയുമായിരുന്നില്ല. എൻ്റെ പാപം ഏറ്റു പറഞ്ഞാൽ അത് തീരുകയില്ല. എൻ്റെ കണ്ണുനീര് കൊണ്ട് സാധിക്കില്ലെന്ന് എനിക്കറിയാം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം, അതാണ് വാഗ്ദത്തം. നിൻ്റെ പാപങ്ങളെല്ലാം ഞാൻ കഴുകിത്തരും. എബ്രായർ 9:14 പറയുന്നു, യേശുക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കുന്നു. മനസ്സാക്ഷി ശുദ്ധമാകുന്നു. പഴയതിലേക്ക് പോകുന്നില്ല, പഴയതിലേക്ക് ചിന്ത പോകുന്നില്ല, പഴയതിലേക്ക് ആഗ്രഹം പോകുന്നില്ല. മനസ്സാക്ഷി പ്യുവറാകുന്നു. മനസ്സാക്ഷി നിർമ്മലമാകുന്നു. മനസ്സാക്ഷി ദൈവത്തോടുള്ള കടപ്പാട് കൊണ്ട് ഹൃദയം നിറയുന്നു. ഈ ലോകത്തിലേക്ക് മനസ്സാക്ഷി പോവുകയില്ല. തെറ്റുപോയ കഴിഞ്ഞ കാലത്ത് വന്നു തെറ്റിലേക്ക് മനസ്സാക്ഷി പോകുന്നില്ല. ഈ ലോകത്തിലെ ഉന്നതമായ കാര്യങ്ങളൊന്നും മനസ്സാക്ഷിയിലേക്ക് കയറി വരുന്നില്ല. ദൈവത്തോട് കടപ്പാടുള്ള ഒരു ഹൃദയം, ദൈവം ക്ഷമിച്ചു തന്നല്ലോ എന്നുള്ള നന്ദിയുള്ള ഹൃദയം. എൻ്റെ ജീവിതം ദൈവത്തിന് ഞാൻ കൊടുത്തിരിക്കുകയാണെന്നുള്ള ബോധം. 2-ാമത്തെ കാര്യം, ക്രൂശിൻ്റെ ദർശനം തരുന്നു. നമ്മൾ ഇനിയും തെറ്റിപ്പോകാതിരിക്കാൻ ക്രൂശിൻ്റെ ദർശനം എപ്പോഴും തരുന്നു. ജീവിക്കുന്ന കാലത്തൊക്കെയും
ഗലാത്യലേഖനത്തിൽ വ്യക്തമായിട്ട് അറിയാം, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കെട്ടി തന്നിരിക്കും, നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാര്? ഒരു വിശ്വാസി, ഒരു ആത്മാവുള്ള മനുഷ്യൻ, ഒരു വീണ്ടെടുപ്പുള്ള ഒരു മനുഷ്യൻ, ഒരു മാനസാന്തരപ്പെട്ട മനുഷ്യൻ, ഒരു ക്രിസ്തുവിനെ അംഗീകരിച്ച മനുഷ്യൻ, ക്രിസ്തുവിനെ സ്നേഹിച്ച മനുഷ്യൻ, ജീവിതം കൊടുത്തൊരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കണ്ണിന് മുമ്പിൽ വരച്ച് കെട്ടി പരിശുദ്ധാത്മാവ് തരും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ആ ദർശനമുണ്ടോ? ഇപ്പോഴാ നഷ്ടപ്പെട്ടു പോയോ? വീണ്ടും പ്രാപിച്ചെടുക്കാം. ദൈവത്തോട് ഏറ്റുപറഞ്ഞാൽ, ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ യഥാസ്ഥാനപ്പെടാം. ദൈവം തരും, ക്രൂശിന് ദർശനം തരും. മൂന്നാമത്തെ കാര്യം, പുത്രത്വം തന്നു. 1 യോഹന്നാൻ 3:1 കാൺമീൻ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ എത്ര വലിയ സ്നേഹം നമുക്ക് തന്നിരിക്കുന്നു. കൊരിന്ത്യർക്ക് 2 ലേഖനം 6-17 വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് പിതാവോ നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. ആ ബന്ധമൊന്ന് മനസ്സിലാക്കണം. പുത്രത്വമാണ് തന്നത്, അല്ലാതെ അടിമത്വമൊന്നും അല്ല. പുത്രത്വം. കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാണ്, എൻ്റെ സഹോദരങ്ങളാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന അപ്പനും മക്കളുമായിട്ടുള്ള ബന്ധം കാൽവറി തറവാട്ടിലെ, സ്വർഗീയ തറവാട്ടിലെ അംഗങ്ങളായിത്തീരുന്നു. സ്വർഗീയ കുടുംബത്തിലെ മകനായും മകളായിത്തീരുന്നു. ഭൂമി ജീവിക്കുന്നു, പക്ഷേ സ്വർഗത്തിലാണ്. എഫേസ്യ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, സ്വർഗത്തിൽ ഇരുത്തി എന്ന് പറയുന്നുണ്ട്. ആത്മാവ് സ്വർഗവുമായിട്ട് ബന്ധത്തിലാണെന്ന്. ആത്മാവ് സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം കിട്ടിയെന്ന്, ദൈവമായിട്ടുള്ള ബന്ധം കിട്ടിയെന്ന്, ദൈവത്തോട് ചേർന്നാണെന്ന്, ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനം കേൾക്കാൻ പറ്റുമെന്ന്, ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് സെൻസ് ചെയ്യാൻ പറ്റുമെന്ന്, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുമെന്ന്, പരിശുദ്ധാത്മാവിൻ്റെ ആലോചന പ്രകാരം ജീവിക്കാൻ ഹൃദയം എപ്പോഴും കൂർത്തിരിക്കുകയാണ് പരിശുദ്ധാത്മാവിനോട്. ദൈവത്തിന് സ്തോത്രം. പിതാവിന് അടുത്താണ്, പിതാവിനോട് നിരപ്പ്. വാഗ്ദത്തമായി പറയുന്നത് പിതാവായ ദൈവത്തോട് നിരപ്പ്. ഭൂമി ജീവിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചു പുത്രനിൽ കൂടെ. എഫെസ്യ ലേഖനം 2-16 വാക്യത്തിലാണ് ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചു എന്ന്. ദൈവമായിട്ട് ഇനി ഭിന്നതകളില്ല, ദൈവമായിട്ടുള്ള ബന്ധം ശരിയായി, പ്രാർത്ഥന നേരിട്ടങ്ങ് ചെല്ലും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിമിഷ നേരം കൊണ്ട് എൻ്റെ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ സ്വർഗവുമായിട്ടുള്ള കണക്ഷനിലങ്ങ് നിൽക്കുക നിരന്തരം. അവിടെ കണക്ഷൻ വിട്ടുപോകുന്നില്ല, അത് പരിധിക്ക് പുറത്താകുന്നില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, എഫെസ്യർ 2:18 പറഞ്ഞ് പിതാവിലേക്കുള്ള പ്രവേശനം ധൈര്യമായിട്ട് കിട്ടിയെന്ന്. ഇനി 5-ാമത്തെ കാര്യമാണ് ധൈര്യമായ പ്രവേശനം. എബ്രായലേഖനം 4:16 പറയുന്നുണ്ട്, അതുകൊണ്ട് കരുണ ലഭിക്കാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിക്കാനുമായിട്ട് നാം ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് നടന്നു ചെല്ലുക. നമുക്ക് എന്ത് പ്രശ്നം പറ്റിയാലും, മ്ലാനത പറ്റിയാലും, പ്രയാസം വന്നാലും, ഭാരം വന്നാലും, ആകുലം വന്നാലും, സഹിക്കാൻ വയ്യാത്ത പ്രശ്നങ്ങൾ വന്നാലും ധൈര്യത്തോടെ ചെല്ലാനാണ് വിളിച്ചിരിക്കുന്നത്. ഈ പ്രാഗൽഭ്യം ആർക്കുണ്ട്? ദൈവം തന്ന വാഗ്ദത്തമായി പറഞ്ഞത്, എന്ത് നിനക്ക് പറ്റിയാലും എൻ്റെ അടുത്തേക്ക് വരാം. നിന്റെ നല്ല സമയത്തും നിന്റെ ചീത്തകാലത്തും നിനക്ക് എൻ്റെ അടുത്തേക്ക് വരാം. നിനക്ക് വരാനുള്ള സ്വാതന്ത്ര്യം ഞാൻ വാൽ തുറന്നിട്ടിരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളിത് അനുഭവിക്കുന്നുണ്ടോ? ധൈര്യമായ പ്രവേശനം. 6-ാമത്തെ കാര്യമാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നു. സ്വർഗത്തെ ദൈവത്തെ തന്നെ തന്നു. അദൃശ്യനായ ദൈവത്തെ നമ്മുടെ ഉള്ളത്തിലേക്ക് തന്നു. ഉപദേഷ്ടാവായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നു. കരം പിടിക്കാൻ നമ്മുടെ ഉള്ളത്തിലേക്ക് വന്നു. ആലോചന പറഞ്ഞു തരാൻ ദൈവത്തിന്. നമുക്കെന്തെങ്കിലും ഒരു കാര്യം സാധിക്കാനുണ്ടെങ്കിൽ നമുക്കറിയാൻ പാടില്ല, ദൈവഗീത എന്തെന്ന് അറിയാൻ പാടില്ല. അകത്തിരിക്കുന്ന ദൈവത്തോട് ചോദിച്ചാൽ മതി. അവൻ ദൂരെയൊന്നുമല്ല, അകലെയൊന്നുമല്ല, ഏറ്റവും സമീപത്തായിട്ട് നിൽക്കുന്ന ദൈവസ്തോത്രം. പ്രിയപ്പെട്ടവരെ, സകലതും വിട്ടുപിരിയാനുള്ള വാഗ്ദത്തമാണ്. ചെറുപ്പകാലത്ത് അതൊന്നും സാധിച്ചില്ലെങ്കിലും സകലതും വിട്ടുപിരിയാനുള്ള ഒരു കൃപ, ആത്മനിറവിനായുള്ള ഒരുക്കം, ആത്മനിറവ് വേണമെന്നുള്ളൊരു ദാഹം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അതാണ് ഏറ്റവും വിലപ്പെട്ടത്. സകലതും വിട്ടുപിരിയാൻ ഒരു പ്രയാസമില്ല. ധൈര്യത്തോടെ മരണത്തിലേക്ക് പ്രത്യാശയോടെ മരണത്തിന് വേണ്ടി കാത്തിരിക്കാം. അതൊരു ഭാരമല്ല, ആകലമല്ല, പേടിയല്ല. എല്ലാം വിട്ടിരുന്ന് നേർക്കോ പിന്നെന്താ പ്രയാസം? ധൈര്യത്തോടെ മരണത്തെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് കാത്തിരിക്കാം. ദൈവനാമം മാത്രം മഹത്വപ്പെടാനിടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം.